ഇസ്ലാമിക ജീവിതക്രമവും ആചരണ വിശേഷങ്ങളും ഇസ്ലാമിക വിദ്വാൻമാർ പണ്ഡിതന്മാരാണ് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടത്. ക്രിസ്തീയ ആചരണങ്ങളും അവരുടെ അനുഷ്ഠാന വിശേഷങ്ങളും ക്രിസ്തീയ ആചാര്യന്മാരാണ് നടപ്പിലാക്കേണ്ടത്. അതിൽ കാലാകാലം എന്ത് പരിഷ്കരണങ്ങൾ വരുത്തണം അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഇതുപോലെ ഹൈന്ദവ ആചാരങ്ങൾ, ഹൈന്ദവ അനുഷ്ഠാനങ്ങൾ ഇതിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് സെക്കുലർ ഗവൺമെൻറ് അല്ല. ഒരു കാരണവശാലും സെക്കുലർ ഗവൺമെൻറ് അല്ല. കാരണം സെക്കുലർ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത് മതനിരപേക്ഷത പുലർത്താൻ ബാധ്യസ്ഥമാണ്. പക്ഷേ ഇവിടുത്തെ വലിയൊരു ദുരവസ്ഥ, ഹിന്ദുവിൻ്റെ ഏത് വിഷയത്തെ സംബന്ധിച്ചും ഉടനെ ചാടി വീണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനക്രമമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. തെറ്റാണ്. ഇത് സർക്കാരല്ല ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. ആണെന്ന് വരികിൽ എല്ലാ മതങ്ങളുടെ അനുഷ്ഠാനാചാര വിഷയങ്ങളും സർക്കാർ പറയേണ്ടതാണ്. ക്ഷേത്രത്തെ സംബന്ധിച്ചായാലും ഹൈന്ദവ ആചരണ വിഷയങ്ങളെ സംബന്ധിച്ചായാലും അവിടെ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ തന്ത്രിയാണ്. അതുപോലെ ക്ഷേത്ര പരിപാലകന്മാരുണ്ട്. പിന്നെ ഹൈന്ദവ ശാസ്ത്ര വിദ്വാൻമാർ, താന്ത്രിക, മാന്ത്രിക, മന്ത്രശാസ്ത്ര, ജ്യോതിഷ, വാസ്തു തുടങ്ങിയ ക്ഷേത്ര സംബന്ധിയായ വിവിധ ശാസ്ത്രങ്ങളിലെ വിദ്വാൻമാർ, പിന്നീട് ഭക്തജനങ്ങൾ, ഇവർ ചേർന്നിട്ടാണ് ക്ഷേത്ര ആചരണങ്ങളെ നിശ്ചയിക്കേണ്ടതും പാലിക്കേണ്ടതും പരിഷ്കരിക്കേണ്ടതും. ഹിന്ദു ആചാരങ്ങൾ തീരുമാനിക്കേണ്ടത് സെക്കുലർ ഗവൺമെൻറ് അല്ല, അത് ഹിന്ദു സമാജമാണ്. ആ ഹിന്ദു സമാജത്തിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലുള്ളവർ അഭിപ്രായങ്ങൾ പറയുന്നത്. അഭിപ്രായങ്ങൾ മാത്രമാണ്, തീരുമാനങ്ങളല്ല. ആ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞ സംഘത്തിലൂടെ ഉരുത്തിരിഞ്ഞ് വരണം.